സടകുടഞ്ഞെഴുന്നേറ്റാൽ കൃഷിക്കാർക്കും വൻ ശക്തിയാകാൻ കഴിയുമെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ. സമൂഹത്തിലെ 80% സമ്പത്തും കൈയാളുന്നത് സംഘടനാ ശക്തിയുള്ള ഒരു ചെറിയ വിഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷിക്കാർക്ക് മാത്രം സ്വന്തം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ പോലും അധികാരമില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ പ്രദേശങ്ങളെ വനമാക്കി മാറ്റും. വിദേശ പണം കൈപ്പറ്റുന്ന ചില വ്യാജ പരിസ്ഥിതി സംഘടനകളാണ് റിപ്പോർട്ടിനു വേണ്ടി ബാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. AKCC രൂപതാ സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് കുറേയേറെ ആളുകൾ പിന്നിലുണ്ടെങ്കിൽ ശക്തി ഇന്നത്തെ ചില യൂണിയനുകൾക്ക് കേരളത്തെ സ്തംഭിപ്പിക്കാനായിട്ട് സാധിക്കും. ആൾക്കാട് യൂണിയനിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായി കൂടി കേരളത്തിലെ ആളുകളിൽ 3% ആളുകളേ ഉള്ളൂ. ഈ 3% ആളുകളാണ് കേരളത്തിന് സമ്പത്ത് മുഴുവൻ വിഴുങ്ങുന്നത്. നമുക്കറിയാം. മോറോളസ് എന്നുവെച്ചാൽ കൂടുതൽ കുറവ് കുറേയൊക്കെ ഒരു 10% നാടിൻ്റെ വയസ്സിൽ ചെലവഴിക്കാൻ, ബാക്കിയുള്ളത് ഏതാണ്ട് 90%, 80% മുകളിൽ നമ്മൾ കൊടുക്കുന്ന കാശ് മുഴുവൻ. പക്ഷെ ഇവർക്ക് ഈ നാടിനെ സ്തംഭിപ്പിക്കുവാനായിട്ട് സാധിക്കും. യൂണിയന്റെ ശക്തിയുണ്ട്. നോക്കണം, യൂണിയന് വലിയ ബലവത്തായ ശക്തിയുണ്ട്. അത് നമ്മൾ ഇതേവരെ അറിഞ്ഞിട്ടില്ല, അത് നമ്മൾ പ്രയോഗിച്ചിട്ടുമില്ല. അതൊക്കെ ബലവത്തായ ശക്തിയിലോട്ട് പ്രയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നൊക്കെ ഓർത്തിരിക്കും. ഇന്നിവിടെ കണ്ട ആളുകൾ കാണുമ്പോൾ എനിക്കത് തോന്നുന്നത്, വിചാരിക്കുകയാണെങ്കിൽ, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, വേണമെന്ന് വെച്ചാൽ നമ്മൾ സടകൊടിഞ്ഞെഴുക്കുന്ന വൻ ശക്തിയാണ്. അതുകൊണ്ട് നമ്മളുടെ ആവശ്യം, കൃഷിക്കാരൻ്റെ ആവശ്യം, കൃഷിക്കാരൻ്റെ ഒരു സാധനം വിലയില്ലാണ്ടായതെന്ന് കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ, ഏലം, തേയില, കാപ്പി, കൊക്കോ, ഇതെല്ലാം വില ആരാണ് തീരുമാനിക്കുന്നത്? ഇതെല്ലാം നാണ്യവിളകളാണ്. വില ആരാണ് തീരുമാനിക്കുന്നത്? നമ്മളാരുമല്ല. ബോംബെയിൽ കിടക്കുന്ന ആളുകളൊക്കെ തീരുമാനിക്കുന്നത്, ഗുജറാത്തിലുള്ള ആളുകൾ. ഈ വ്യവസ്ഥിതിയിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ആർക്കാണ് ഏതാണ് കൊടുക്കേണ്ടതെന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഓരോ സ്ഥാനങ്ങൾ ആർക്ക് കൊടുക്കണമെന്നുള്ള വിതരണത്തെ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഈ പാവപ്പെട്ട കൃഷിക്കാരന് കണ്ണുനീര് കാണാനായിട്ട് ഗവൺമെന്റ് കാണില്ലയോ? ബിഷപ്പ് മാർ മാത്യു വാണിയപുര, ബിഷപ്പ് മാർ ജോർജ് വടക്കേപ്പുറം, AKCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയനിലം, ഫാദർ ജോസ് മോനിപ്പള്ളി, ഫാദർ ജോർജ് ഓലിയപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ശക്തി തെളിയിച്ച AKCC കോതമംഗലം രൂപതാ സമ്മേളനത്തിന്റെ ഭാഗമായ റാലി തൊടുപുഴയിൽ നടന്നു. മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. വിവിധ ഇടവകകളുടെ ബാനറുകളുടെ പിന്നിലാണ് അംഗങ്ങൾ അണിനിരുന്നത്. സംഘടിച്ചെത്തിയ 10,000 ഈ തൊടുപുഴ നഗരവേദികളിലെ മണത്തരികളെ പോലും ആവേശഭരിതരാക്കിക്കൊണ്ട് ആമുഖത്തോടെ ആവേശത്തോടെ ഇതാ ഈ സമ്മേളന വേദിയിലേക്ക് അണിയെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹിക്കാം, ആശീർവദിക്കാം. കേരള സമൂഹത്തിന് ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത, ആർക്കും അവഗണിക്കാൻ കഴിയാത്ത അതിശക്തമായ ഒരു പ്രസ്ഥാനമാണ് AKCC എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് കേരള മുന്നിൽ ഉദയം കൊണ്ട കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ രൂപതാ സമ്മേളനങ്ങൾ കേരളത്തിലെ മുഴുവൻ രൂപതകളെ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രൂപതാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കോതമംഗലത്തെ 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ ചേർന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ബാനറിൽ ഇത് ഈ തൊടുപുഴ നഗരവേദികളെ ആവേശസഞ്ചരമാക്കിക്കൊണ്ട് ഇവിടുത്തെ ഓരോ മണത്തരികളെപ്പോഴും ആവേശത്തിന്റെ നിലവിലെത്തിച്ചുകൊണ്ട് 10,000 ഈ സമ്മേളന നഗരിയിലേക്ക് കൊടിയേറ്റുകയാണ്. ഉച്ചയ്ക്ക് 2:30 ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച 10,000 അണിചേരുന്ന AKCCയുടെ സാമൂഹ്യക്ഷേമ സംഘടനയായ ജീവനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു.
PT തോമസ് MP യുടെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ G കാർത്തികേയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജില്ലാ കളക്ടർ T ഭാസ്കരൻ IAS ലോഗോ പ്രകാശനം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ് K പൗലോസ്, സിൽക്ക് ചെയർമാൻ TM സലീം, KI ആന്റണി, R ഗോപാലകൃഷ്ണൻ, KM ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജീവനം പ്രസിഡന്റ് ലീലാമ ജോസ് സ്വാഗതം ആശംസിച്ചു. ഗവൺമെന്റിനും ചെയ്യാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുവാൻ സന്നദ്ധ സംഘടനകൾക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും സമർപ്പണ ബോധവുമാണ് തീർച്ചയായിട്ടും ഇത്തരം സന്നദ്ധ സംഘടനകളുടെ മുഖ്യമന്ത്രി ആയേണ്ടതെന്ന് ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. കാരുണ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അനാഥത്തിലേക്ക് ജീവിതം വഴുതിപ്പോകുന്നവരുടെ ജീവിതത്തെ കൈപിടിക്കുവാൻ ഇത്തരം സന്നദ്ധ സംഘടനകൾ എല്ലാവരും വളരെ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് നോക്കുകൊണ്ട് പാർക്കുന്നത് നമ്മുടെ സമീപനങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങളും ഒരുപാട് പേരെ സമാശ്വസിപ്പിക്കാൻ ഗവൺമെന്റിന്റെ സാങ്കേതികമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആവശ്യമായ ചില സമ്പദ് സ്ഥാനം ലഭിച്ചു. അതിനൊരു സാങ്കേതിക ഭാവം മാത്രമേ ഉണ്ടാകൂ. അതേസമയം അവരോട് കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പരസ്പര സ്നേഹവും സൗഹൃദവും എല്ലാവർക്കും മെക്കാനിക്കണം. ഇവിടെ പെൺകുട്ടികൾ ധാരാളമായിട്ടുണ്ട്. ഞാൻ എതിരില്ലെന്നുമല്ല, എങ്കിലും നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും തന്നെ അതിൻ്റെ ഒരു ശക്തി തന്നെ കുറയുന്നത് ഒരു സൗഹൃദങ്ങൾ വെളിയിൽ തന്നെ. C. അച്യുതമേനോൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ ഭൂപരിഷ്കരണത്തിന്റെ കാലപ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ വഴിത്തല ഭാസ്കരൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി KP രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതികൂല കേരള നിയമസഭ വരെടുത്താൽ 57 തൊട്ടുള്ള നിയമസഭ, 1 കേരള നിയമസഭ, 57 ഐക്യ കേരളം, 56 വന്നു, 57 4 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടായി. ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ആ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ നടപടികൾ, നിയമനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന, നമുക്ക് അഭിമാനം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഗവൺമെന്റാണ് ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. അപ്പോൾ PC തോമസ് ഇവിടെ ഇരിക്കുന്നത് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ എത്ര അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നിയമസഭയുടെ ഒക്കെ നമുക്കറിയുന്നതാണ്. ഇത് നിയമസഭ അധികാരം, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 6ാമത്തെ ദിവസം ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ചു. കുടിയൊഴിപ്പിക്കരുത്, ആരെയും അവർ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കരുത്. കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിന്റെ തെബിൽദാസിയുടെ വലിയ ഓർമ്മകളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഒന്നൊക്കെ കുടിയൊഴിപ്പിക്കുക. ആരെ വേണമെങ്കിൽ വീട് തീവച്ചുകളെ, വീടല്ല കുടിലുകൾ തീവച്ചുകളെ, സ്ത്രീകളെ മാനദണ്ഡപ്പെടുത്തുക, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക. മുൻ MP PC തോമസ്, അഡ്വക്കേറ്റ് PK ചിത്രഭാനു, അഡ്വക്കേറ്റ് S അശോകൻ, KK ശിവരാമൻ, മാത്യു വർഗീസ്, K സലിംകുമാർ, PP ജോയ് എന്നിവർ സംസാരിച്ചു. G മോട്ടിലാൽ അധ്യക്ഷനായിരുന്നു. മുട്ടത്ത് നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ നിയമനം തരപ്പെടുത്താമെന്ന പേരിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം പിടുങ്ങിയ 2 പേർ പോലീസ് പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി 51 വയസ്സുള്ള രാജേന്ദ്രൻ നായർ, ബാംഗ്ലൂരിൽ താമസക്കാരനായ 61കാരൻ ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ കയ്യിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെടുത്തു. തട്ടിപ്പ് സംബന്ധിച്ച് ലഭിച്ച സൂചനകളെ തുടർന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇവരെ പിടികൂടിയത്. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ എലൈറ്റ് ഹെലികോപ്റ്റർ വിനോദയാത്രയിലൂടെ സമാഹരിച്ച തുക ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് വിതരണം ചെയ്തു. 5000 രൂപ വീതം 10 പേർക്ക് നൽകുകയായിരുന്നു. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി PJ ജോസഫാണ് തുക കൈമാറിയത്. ചടങ്ങിൽ പ്രസിഡന്റ് റോയ് ലൂക്ക്, സെക്രട്ടറി ജെയിംസ് T മാളിയക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.
ലാലി സിറിയൻ, പോൾ ജോർജ്, ജോണി കുര്യൻ. ഞങ്ങളുടെ സർവീസ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തൊടുപുഴ കാണുവാൻ ഹെലികോപ്റ്റർ യാത്ര എന്നൊരു പദ്ധതി തൊടുപുഴയിൽ നടത്തപ്പെട്ടായിരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു തുക ഡയാലിസിസിന് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് വേണ്ടി കൊടുക്കും എന്നൊരു വാക്ക് തന്നിരുന്നു. 50,000 രൂപ ഞങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുകയുണ്ടായി. അപ്പൊ ഈ 50,000 രൂപ ഡയാലിസിസിന് വേണ്ടി തന്നെ ഈ വേദിയിൽ വെച്ച് കൊടുക്കുകയാണ്. 10 പേർക്ക് 5,000 രൂപ വെച്ചാണ് കൊടുക്കുക. ഈ 10 പേർക്കുള്ള ചെക്ക് നമ്മൾ ഹോസ്പിറ്റൽ ചെക്ക് തന്നെയാണ് കൊടുക്കുക. അവർ ട്രീറ്റ്മെന്റ് നടത്തുന്ന OP നമ്പർ വെച്ചിട്ട് അവരുടെ പേര് വെച്ച് അതേ ഹോസ്പിറ്റലിലേക്കുള്ള ചെക്കാണ് ഇപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യുക. സർവീസ് പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഇന്ന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ ലയൺസ് ഡിസ്ട്രിക്ട് എന്ന് പറയുക. 103 ക്ലബ്ബുകളാണ് ഈ ലയൺസ് ഡിസ്ട്രിക്റ്റിലുള്ള. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലായി ലയൺസ് ഡിസ്ട്രിക്റ്റിൽ 103 ക്ലബ്ബുകളുണ്ട്. ഇന്ന് ഈ ഡിസംബർ വരെയുള്ള ഞങ്ങളുടെ സർവീസ് പ്രോജക്റ്റുകളുടെ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ 103 ക്ലബിലും 1ാം സ്ഥാനത്താണ് ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ, എലൈറ്റ്. ജനുവരി 8 മുതൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേരള NGO അസോസിയേഷൻ. പങ്കാളിത്ത പെൻഷനെ എതിർക്കുന്നവർ അധികാരത്തിലെത്തിയാൽ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. NGO അസോസിയേഷൻ സഹകരിക്കാത്ത പണിമുടക്കുകളെല്ലാം പരാജയപ്പെട്ട ചരിത്രമാണുള്ളതെന്നും അവർ പറഞ്ഞു. അസോസിയേഷൻ നേതാക്കളായ VE അബ്ബാസ്, PS സെബാസ്റ്റ്യൻ, രാജേഷ് ബേബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അനിവാര്യമായ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അത് നടപ്പാക്കിയേ തീരൂ എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അറിയാം. അത് നടപ്പാക്കുമ്പോൾ ജീവനക്കാരെ ബാധിക്കുന്ന ചില ആശങ്കകൾ ഉണ്ട്. അത് പരിഹരിക്കണം എന്ന് കേരള NGO അസോസിയേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആശങ്കകൾ എല്ലാം പരിഹരിച്ചു തരാമെന്ന് ഉറപ്പ് നൽകുകയും അതിലുൾപ്പെട്ട പല ആവശ്യങ്ങളും ഉത്തരവാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കിൽ നിന്ന് ജീവനക്കാർ ഒഴിവായി നിൽക്കണം. എല്ലാ ജീവനക്കാരും ജോലി ചെയ്യുന്നതിന് ഹാജരാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കാണ് എന്ന് പറയാൻ കാരണം, ഇനി ഏതെങ്കിലും കാലത്ത് LDF അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഈ ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാറ്റും എന്ന് അവരുടെ ഏതെങ്കിലും ഒരു നേതാവ് ഉറപ്പ് നൽകിയിട്ടില്ല. അങ്ങനെ ഒരു നേതാവിനെ കൊണ്ട് ഉറപ്പ് നൽകിക്കാൻ ഈ LDF സംഘടനകൾ, NGO, FSHO സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുമില്ല. കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ധനസ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പദ്ധതി എന്തായാലും നടപ്പാക്കിയേ കഴിയൂ. അത് നടപ്പാക്കുമ്പോൾ ജീവനക്കാർക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ഉറപ്പാക്കുന്ന രീതിയിലുള്ള, ഏറ്റവും കുറഞ്ഞ മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന രീതികളും അത് സംബന്ധിച്ച് ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കണം എന്നും കേരള NGO അസോസിയേഷൻ ആവശ്യപ്പെട്ടത്. അതിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത് സമരത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തിൽ നിന്നും ഒഴിവായി നിൽക്കണമെന്ന് കേരള NGO അസോസിയേഷൻ എല്ലാ ജീവനക്കാരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. മുതലിയാർ മഠം തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളും മൺതിട്ടയും നീക്കം ചെയ്തു. മുതലിയാർ മഠം റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് പ്രദേശം ശുചീകരിച്ചത്. വേനൽ ആരംഭിച്ചതോടെ കൂടുതൽ ആളുകൾ തോടിനെ ആശ്രയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയതെന്ന് അസോസിയേഷൻ സെക്രട്ടറി ഷാജി തെങ്ങപ്പള്ളി പറഞ്ഞു.
മെയിനായിട്ട് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് ഇതിൽ നിന്ന് മാറ്റുക, ഒഴുക്ക് വർദ്ധിപ്പിക്കുക, ഒഴുക്കുകൾ ശുചീകരിക്കുക. 4 സ്കീമായിട്ടാണ് കാലങ്ങളായിട്ട് ഈ പ്രദേശത്തുള്ള സമീപവാസികൾ വളരെ വൃത്തിയായിട്ട് ഉപയോഗിച്ച് കുളിക്കടവായിട്ട് തന്നെ ഉപയോഗിച്ച് വന്നിരുന്നത് 4-5 വർഷമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. തടസ്സപ്പെട്ടത് ഈ പറയുന്ന പ്ലാസ്റ്റിക്, മറ്റ് തുണിത്തരങ്ങൾ, മറ്റ് ബോട്ടിലുകൾ ഇതെല്ലാം മേളിൽ നിന്നൊഴുകി വന്ന് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ആഹാരത്തിൻ്റെ മാലിന്യങ്ങൾ, അതുപോലെ മാലിന്യമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും തോട്ടിലേക്ക് ഒഴുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് വന്നത്. അത് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് കുളിക്കടവായിട്ട് തന്നെ നിലനിർത്തുക, ഈ ഒരു വൃത്തിയായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് തുടർന്ന് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് കോട്ടയം അതിരൂപതാ തല മത്സരങ്ങളിൽ വടംവലിയിൽ സെന്റ് ജൂഡ് മോനിപ്പള്ളി 1ാം സ്ഥാനത്തെത്തി. സെന്റ് പീറ്റേഴ്സ് മ്രാല 2ാം സ്ഥാനം നേടി. കരിങ്കുന്നത്താണ് മത്സരം നടന്നത്. വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ ഷീല സ്റ്റീഫൻ സമ്മാനങ്ങൾ വിതരണം. യൂണിറ്റി സോക്കർ ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴയിൽ ആരംഭിച്ചു. ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ സുബൈദ സെയ്ദ് മുഹമ്മദ്, ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം FC അരിക്കോടിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. യൂണിറ്റി സോക്കർ ക്ലബിന് എല്ലാ ഭാഗങ്ങളിലും തന്നെ സന്ദർശനമില്ല. ഈ ടൂർണമെന്റ് വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് ചേട്ടോ ഇതുവരെ കണ്ടില്ലല്ലോ. 4 ഗോളും സേവ് ചെയ്തു, 2 പോസ്റ്റ് ചെയ്തിട്ട് ഗോൾ ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ഒരു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.